ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കർശനാട് പ്രദേശത്തെ കരിമ്പു കർഷകനായ ശ്രീ എസ് ശിവൻരാജ് അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് കാന്തല്ലൂർ കർശനാട് പുതുവസന്തത്തിൽ എസ് ശിവൻരാജിൻ്റെ കൃഷിയിടത്തിലാണ്. അഞ്ചുനാട് കരിമ്പ് ഉൽപ്പാദക വിപണന സംഘത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശിവൻരാജ് തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്ത് ഉണ്ട്? ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത്. 60 കൊല്ലത്തിന് മുമ്പ് വന്നതാണ് അച്ഛൻ. ഇപ്പോൾ കരിമ്പ് കൃഷി, വാഴക്കൃഷി, കമുക് ഇങ്ങനെയാണ് കൃഷി ചെയ്ത് വരുന്നത്. ഞാൻ ചെറുപ്പം തൊട്ട് കൃഷിയാണ് ചെയ്തു വരുന്നത്. എവിടെയാണ് നമ്മുടെ കൃഷിയിടം സ്ഥിതി ചെയ്യുന്നത്? കാന്തല്ലൂർ പഞ്ചായത്തിൽ കോവിൽക്കടവ് കർശനാട് ഭാഗത്തിലാണ് കരിമ്പ് കൃഷി ചെയ്യുന്നത്. ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് കർശനാടാണ് പേര്. ഈ കർശനാടെന്ന് പറയാൻ തന്നെ കരുത്ത മണ്ണാണ്. അപ്പം ഇതിൽ രാസവളം എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. പണ്ട് കാലം മുതൽ നല്ല രീതിക്ക് കരിമ്പ് വിളഞ്ഞ് എനിക്ക് 2 പ്രാവശ്യം കൃഷി വകുപ്പിൽ നിന്ന് തന്നെ അവാർഡ് മേടിച്ച ഒരാളാണ്. നല്ല രീതിക്ക് കരിമ്പ് കൃഷി വരും. ഈ കരിമ്പിൻ്റെ വില കിട്ടാത്ത ഒരു കാരണം കൊണ്ട് മാത്രമാണ് കരിമ്പ് കൃഷി കുറഞ്ഞു വരുന്നത്. എത്ര ഏക്കറിലാണ് കരിമ്പ് കൃഷി ചെയ്തിരിക്കുന്നത്? ഞാൻ 4.5 ഏക്കർ കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ട്. 4.5 ഏക്കർ കരിമ്പ് കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ എത്ര വർഷമായിട്ട് ഈ കരിമ്പ് മാത്രം കൃഷി ചെയ്യുന്നു? കരിമ്പ് ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ കരിമ്പ് കൃഷി മാത്രമാണ് ചെയ്തു വരുന്നത്. മറ്റുള്ള കൃഷികളൊക്കെ അതിന് ശേഷം വന്നതാണോ? അതിന് ശേഷമാണ് വന്നത്. കമുകൊക്കെ അതിൻ്റെ ശേഷമാണ്. വാഴയും കമുകും കപ്പയും ഇതൊക്കെ അതിന് ശേഷം വന്നു. ആദ്യം തൊട്ട് തന്നെ കരിമ്പ് കൃഷിയൊക്കെ ചെയ്തു വരുന്നത്. ഈ കരിമ്പിന് ഇടവിളയായി ഏതെങ്കിലും വിളകൾ കൃഷി ചെയ്യാൻ പറ്റുമോ? കരിമ്പിൻ്റെ ഇടയ്ക്ക് കരിമ്പ് ന്യൂ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത്, കരിമ്പിൻ്റെ വിത്ത് ഇടുന്ന സമയത്ത് ഞങ്ങൾ തക്കാളി കൃഷിയൊക്കെ ചെയ്യും. പച്ചക്കറി, തക്കാളി, ബീൻസൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല വിളവ് കിട്ടും അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ കരിമ്പ് വലുതായാൽ വേറെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു കരിമ്പ് കൃഷിയുടെ രീതി എങ്ങനെയാണ്? കരിമ്പ് കൃഷി ഈ മേഖലയെ സംബന്ധിച്ചിട്ട് മറയൂരിൻ്റെ കരിമ്പ് കൃഷിക്ക് പേര് വരാൻ കാരണം ഇനം എന്ന് പറയുന്നത് 13, 19 എന്ന് പറഞ്ഞ കരിമ്പാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ ഈൽഡ് കിട്ടാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വേറെ വെറൈറ്റി വന്ന് അത് ശരിക്കും ഈൽഡ് കിട്ടുന്നുണ്ട്, ശരിക്കും മധുരം ഇല്ല. പണ്ട് 13, 19 ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ കരിമ്പ് ഈ വിളവ് ഇച്ചിരി കുറവായിരുന്നാലും കരിമ്പ് നല്ല പോലെ 13, 14 മാസം വരെ കഴിഞ്ഞ് വെട്ടിക്കഴിഞ്ഞാൽ നല്ല ശർക്കര, മധുരമുള്ള ശർക്കരയാണ് കിട്ടിയത്. ഇതാണ് മറയൂരിൽ നല്ലൊരു പേര് വരാൻ തന്നെ കാരണം. ഇപ്പോൾ കുറച്ച് തുച്ഛമായിട്ട് മാത്രം ആ കരിമ്പിൻ്റെ ഈ ഇനം ഉള്ളത്. ബാക്കിയെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വേറെ കരിമ്പാണ് കൊണ്ടുപോയി വയ്ക്കുന്നത്. അത് വെച്ചാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കരിമ്പ് ഏതിനമാണ് ഇപ്പോൾ ഇവിടെ കൂടുതലുള്ളത്? തമിഴ്നാട് കരിമ്പെന്നാണ് പറയുന്നത്. അതിന് ഒരു നമ്പറുണ്ട്, അറിയത്തില്ല. അതാണ് ഇപ്പോൾ കൂടുതൽ ചെയ്തത്. അതിന് അത്യുൽപാദന ശേഷിയുള്ള ഇനമാണോ അത്? ഉൽപാദന ശേഷി കൂടുതലുണ്ട്, പക്ഷേ മധുരം കുറവാണ്. പിന്നെ മറയൂർ ഭൂമിയിൽ ചെയ്യുമ്പോൾ എല്ലാ കരിമ്പിനും തന്നെ പരമാവധി മധുരം കിട്ടുന്നുണ്ട്. ഈ കരിമ്പിൻ്റെ കൃഷി രീതികൾ എങ്ങനെയാണ്? ഏത് മാസമാണ് ഇത് നടുന്നത്? എത്ര മാസം വേണം ഇതിൻ്റെ വിളവെടുപ്പിലേക്ക് എത്താനായിട്ട്? ആ കാര്യങ്ങളൊന്ന് വിശദമാക്കാമോ? എന്നാന്ന് വെച്ചാൽ ഈ മറയൂരിലെ കരിമ്പ് രീതി എന്ന് പറയുന്നത് നേരത്തെ ഇരുന്ന ഇനം എന്ന് പറയുന്നത് 13, 19 കരിമ്പ് കൃഷി നമ്മൾ എപ്പോൾ വേണമെങ്കിൽ കരിമ്പ് കൃഷി ചെയ്യാം. കരിമ്പ് കൃഷിക്ക് മാസവും അങ്ങനെ ഒന്നുമില്ല. ശരിക്കും 30 ദിവസം ഒരു പ്രാവശ്യം വെള്ളം കെട്ടിയാൽ കരിമ്പിന് കുഴപ്പമില്ല. 30 ദിവസം വരെ പിടിച്ച് നിൽക്കും. ഈ 13, 19 കരിമ്പ് കൃഷി ചെയ്യുന്നത് നേരത്തെ 14 മാസം കഴിഞ്ഞ് വിളവെടുക്കണം. അതാണ് നല്ല ഈൽഡ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം പുതിയ രകം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് വെച്ചാൽ 10 മാസം, 11 മാസം അല്ലെങ്കിൽ 12 മാസം കൊണ്ട് വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈൽഡ് ഇച്ചിരി കൂടുതൽ കിട്ടുന്നുണ്ട്. അതിനെന്നാ വെച്ചാൽ ഒരു 20 ദിവസം 25 ദിവസം വേണമെങ്കിൽ പിടിച്ച് നിൽക്കും. വെള്ളം പായിക്കണം. അപ്പം മാസം ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കാം, ഒന്നും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ന്യൂ പ്ലാന്റ് ചെയ്തിട്ട് 3 വെട്ടിയാൽ മാത്രമാണ് കൂടുതൽ വിളവുകൾ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് കൂടുതൽ ഇപ്പം പണ്ടത്തെ കൃഷി 13, 19 എന്ന് പറയുന്നത് 8 കൊല്ലം വരെ കരിമ്പ് വെട്ടുമായിരുന്നു ന്യൂ പ്ലാന്റ് ചെയ്യാതെ. എപ്പോഴും അതേപോലെ തന്നെ ഒരു ഈൽഡ് കിട്ടുമായിരുന്നു. പുതിയ പ്ലാന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 3 നിർത്തണം, ഇല്ലെങ്കിൽ വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. 1 ഏക്കർ സ്ഥലത്ത് എത്ര ചുവട് കരിമ്പ് നടാൻ കഴിയും? 1 ഏക്കറിൽ ചുവടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 1 ഏക്കറിൽ നമ്മൾ ഈ കരിമ്പ് വിളഞ്ഞ് നിൽക്കുന്ന മണ്ടയ്ക്ക് വെട്ടി വിത്ത്, അതാണ് കരണ എന്ന് പറയുന്നത്. അത് 30,000 കരണ 1 ഏക്കർക്ക് വേണം. 30,000 കരണ ഇട്ട് കഴിഞ്ഞാൽ 1 ഏക്കർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് പറയുന്നത് ഇച്ചിരി കൂടുതൽ 35,000 വരെ പിടിക്കുന്നുണ്ട് ഇപ്പോൾ.
ഇപ്പം ഈ കരിമ്പിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ്? കരിമ്പിന് നേരത്തെയൊക്കെ 20 വർഷത്തിന് മുമ്പൊക്കെ ഒരു ഏക്കറിൽ യൂറിയ ഒരു 3 ചാക്ക് ഉണ്ടെങ്കിൽ മതി. ഇപ്പോൾ ഒരു ഏക്കറിൽ 10 ചാക്ക് വരെ കൊണ്ട് ഇടുന്നുണ്ട്. ഒരു ഏക്കറിൽ 10 ചാക്ക് യൂറിയ ഇടുന്നുണ്ട്, 10 ചാക്ക് ഫാക്ടോമസ് ഇടുന്നുണ്ട്. അപ്പം ഈ ഇതിൻ്റെ അംശം വന്ന് കുറവായി വരുന്ന കാരണം ഈ രാജവളം കൂട്ടി ഇടുന്നുണ്ട് ഇപ്പോൾ. ഈ ജൈവവളം ഉപയോഗിക്കാറുണ്ടോ? ജൈവവളം ഉപയോഗിച്ചാൽ പണ്ട് മുതൽ ജൈവവളം ഉപയോഗിച്ചാൽ നല്ല കരിമ്പാണ് കിട്ടുന്നത്. അപ്പം നേരത്തെ മുതൽ ഞങ്ങൾ ഉപയോഗിക്കാറില്ല ജൈവവളം. കാരണം എന്താണെന്ന് വെച്ചാൽ കരിമ്പ് ശർക്കര ഉരുണ്ടയാക്കുന്ന സമയത്ത് കളർ കിട്ടത്തില്ല. അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് പരമാവധി കുറച്ച് വേറെ വഴിയില്ല, ജൈവവളം ഉപയോഗിച്ചാൽ മാത്രമാണ് മറയൂർ കരിമ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നുണ്ട്. അത് നല്ലതാണ്, ചെയ്താൽ നല്ല കരിമ്പ് കിട്ടുന്നുണ്ട്, കളർ കിട്ടുന്നില്ല. ആ കളറിനാണ് ഞങ്ങൾക്ക് കാശ്. അപ്പം കളർ ശരിക്കും മറയൂർ ശർക്കരയ്ക്ക് കളർ വേണ്ട. ഇപ്പം ഈ വ്യാപാരികൾ വന്നിട്ട് നമ്മൾ കളർ ചോദിക്കുമ്പോഴാണ് അതുകൊണ്ട് ഈ ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ കരിമ്പിൻ്റെ കളറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ശർക്കരയ്ക്ക് ഒരു വെളുപ്പ് കലർന്ന നിറമാണ് അല്ലേ? ഇവിടെയാണെങ്കിൽ ഒരു കറുപ്പ് കലർന്ന ഒരു നിറമാണ്. എന്താണ് അതിൻ്റെ വ്യത്യാസം? എന്താണ് വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കരിമ്പിന് നേരത്തെ പണ്ട് 25 കൊല്ലത്തിന് മുമ്പ് കുമ്മായ മാത്രമാണ് ഇട്ടത്. ചുണ്ണാമ്പിട്ട് കെടുക്കും. അത് ശകലം കറുത്തിരിക്കും. മറയൂർ ശർക്കര അതാണ് ഒറിജിനൽ ശർക്കര. ആവശ്യപ്പെട്ട ശകലം ചോട ഇടും. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വെളുത്ത് വരാൻ കാരണം ഇവർ ഒരു കൊപ്രയ്ക്ക് ശരിക്കും ഒരു 300 കിലോ വരുന്ന ശർക്കരയ്ക്ക് ഇവർ ഒരു 3 കിലോ ഹൈഡ്രോസ് ഇടും തമിഴ്നാട്ടിൽ. ഇപ്പോൾ അതിൻ്റെ കൂടെ പഞ്ചസാര ഇടുന്നുണ്ട്. ഈ ഹൈഡ്രോസ് ഇടുന്ന നമ്മൾ ഒരു ശർക്കരയിൽ ഹൈഡ്രോസ് കൊപ്രയിൽ ഇടുന്ന സമയത്ത് കളർ മാറി നല്ല മഞ്ഞ കളറായിട്ട് കിട്ടും. ആ മഞ്ഞ കളറാണ് അവർ കളറാക്കി കൊടുക്കാൻ കാരണം തന്നെ ഹൈഡ്രോസ് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ലോകത്തിൽ ശർക്കര ഉണ്ടാക്കുന്നത് ഹൈഡ്രോസ് മാത്രം ഇട്ടില്ലെങ്കിൽ കളറേ വരത്തില്ല. ഈ കളർ വരാൻ കാരണം കംപ്ലീറ്റ് ഹൈഡ്രോസാണ്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. മറയൂരിൽ അങ്ങനെ ഇടാറില്ല നേരത്തെ. ഇപ്പോൾ ശകലം വേറെ വഴിയില്ല. നമ്മുടെ ശർക്കരയ്ക്ക് കളറുണ്ടായാൽ മാത്രമാണ് വില കിട്ടുമെന്ന് വെച്ചാൽ ഏത് കെമിക്കലും ഉപയോഗിക്കാൻ ആൾക്കാർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। നിങ്ങളുടെ സംഘത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? കരിമ്പ് ഉൽപ്പാദക വിപണന സംഘത്തിൻ്റെ പ്രവർത്തനം ഏത് തരത്തിലാണ്? മറയൂർ അഞ്ചനാട് കരിമ്പ് ഉൽപ്പാദന വിപണന സംഘം എന്ന് പറയുന്നത് GA പാറ്റേൺ നമ്മുടെ സംഘത്തിന് മുഖാന്തരമാണ് കിട്ടിയത്. നമുക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ എന്നാന്ന് വെച്ചാൽ ഈ സംഘത്തിൽ കർഷകർക്ക് നമുക്ക് സഹായിക്കാൻ ഒട്ടും പറ്റുന്നില്ല. കാരണം നമ്മൾ സംഘം നേരിട്ട് ശർക്കര എടുക്കാനും പറ്റുന്നില്ല, കാശില്ലാത്ത ഒരു അവസ്ഥയാണ്. ഇതിൽ എന്നാന്ന് വെച്ചാൽ 500 പേര് കരിമ്പ് കൃഷി ഇവിടെ ചെയ്തിരുന്നു. 1500 ഹെക്ടർ ഈ അഞ്ചനാട്ടിൽ കരിമ്പ് കൃഷി ചെയ്തിരുന്നു. ഇപ്പം 300 ഹെക്ടറായിട്ട് കുറയുകയും ചെയ്തു. ഈ മറയൂരിൽ കരിമ്പ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കച്ചവടക്കാർ ഇവിടെ 5-6 പ്ലാന്റ് ഇവിടെ മറയൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്ലാന്റിൽ തമിഴ്നാട്ടിൽ നിന്ന് ശർക്കര കൊണ്ടുവന്ന് അവിടെ ഇറക്കിയിട്ട് മറയൂർ ശർക്കര എന്ന പേരിലാണ് കേരളത്തെ കൊണ്ട് വിറ്റയക്കുന്നത്. ഈ സംഘത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഈ സംഘം ഈ GA മാത്രം മേടിച്ച് വെച്ച് ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. ഒരു കർഷകർക്ക് ഉപയോഗിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് ഒരു സഹായവും ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഇക്കാര്യത്തിൽ പരാതി നൽകിയോ ഭക്ഷ്യസുരക്ഷാ വിഭാഗം എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇതിന് ഒരു വിജിലൻസ് കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയൊക്കെ ഞങ്ങൾ വിളിച്ചു കൂട്ടിയിരുന്നു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നമ്മളോട് വന്നിട്ട് പല കാര്യം ചോദിക്കുന്നുണ്ട്. അവർ പറയുക നിങ്ങൾ ഇറങ്ങി തടയണമെന്ന് പറയുന്നുണ്ട്. അവർ പറയുന്നത് മറയൂർ ചിന്നാർ വഴിക്കാണ് കൂടുതൽ സർക്കാർ കൊണ്ടുവന്ന് മറയൂരിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഇത് പാക്ക് ചെയ്ത് രണ്ടാമത്തെ കേരളത്തിലായിട്ട് പോകുന്നത്. അതിൽ വരുന്നത് വലിയ കോടീശ്വരന്മാരും വൻകിട മുതലാളിയാണ് ഇത് വരുന്നത്. ഞങ്ങളെപ്പോലെ പാവപ്പെട്ട കൃഷിക്കാർ പോയി തടയാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ വധ ഭീഷണിയാണ് പറയുന്നത്. അതുകൊണ്ട് പേടിച്ചാണ്
കർഷകരിരിക്കുന്നത് പരമാവധി ഒരു വർഷത്തിൽ ഒരു 20-25 ഏക്കർ ഇങ്ങനെ മറയൂരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുച്ഛമായ കരുമ്പ് കൃഷി മാത്രമാണ് വിളിക്കുന്നത്. ഇത് നിർത്തണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു സർക്കാരും ഇങ്ങോട്ട് കയറ്റി വിടാതിരിക്കാൻ ഗവൺമെൻറ് ഇടപെട്ടാൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സാധാരണ കൃഷിക്കാരനൊന്നും പറ്റത്തില്ല. എത്ര കരിമ്പ് സംസ്കരണ കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്? ശർക്കരയാക്കുന്ന ഫാക്ടറികൾ എത്ര എണ്ണമുണ്ട് ഇവിടെ? നേരത്തെ എന്നാന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു കൃഷിക്കാരൻ 1 ഏക്കർ കൃഷിയുള്ള ഒരു കൃഷിക്കാരനുക്ക് ശർക്കര ഫാക്ടറി എന്ന് പറയുന്നത് ഒരു ആലപ്പന ഉണ്ടാക്കി തമിഴ്നാട്ടിൽ നിന്ന് കൃഷിക്കാർ കൊണ്ടുവന്നിട്ട് അടിച്ച് അവർക്കൊരു കൂലി ചെലവ് കൊടുത്ത് അങ്ങനെ വിടുന്നത്. അപ്പോൾ എത്ര കർഷകരുണ്ടോ അത്ര പേർക്ക് ആലപ്പുഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല. കർഷകർ കൃഷി കുറയുകയും ചെയ്തു. ഇവിടെ പ്ലാന്റുകൾ വലിയ വലിയ പ്ലാന്റുണ്ട്. അവർ വിലയ്ക്ക് കരിമ്പ് ചോദിക്കുന്നുണ്ട്. തോട്ടത്തിൽ മൊത്തത്തിൽ ടണ്ണേജിൽ കരിമ്പ് ചോദിക്കുന്നുണ്ട്, തോട്ടമായിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു തുച്ഛമായ കുറച്ച് കൂടിപ്പോയ മറയൂർ അഞ്ചിനാട് മേഖത്ത് ഒരു 20 യൂണിറ്റുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വലിയ രീതിക്ക് പ്രവർത്തിക്കുന്ന ഒരു 5-6 യൂണിറ്റ് ഉണ്ട്. അവരാണ് എടുക്കുന്നത് വിലയ്ക്ക്. ഇപ്പോൾ 1 കിലോ ശർക്കരയ്ക്ക് എത്ര രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഇത് ലാഭകരമാണോ? കർഷകരായ ഞങ്ങൾക്ക് ഇതുവരെ 60 രൂപയ്ക്ക് കൂടുതൽ ശർക്കര വിറ്റ ഞങ്ങൾ ചരിത്രം ഞങ്ങൾക്ക് ആർക്കും ഇല്ല, അഞ്ചിനാട് മേഖലയ്ക്കില്ല. പക്ഷേ ഇവിടെ ടൂറിസ്റ്റും വേറെ ആൾക്കാർ ഇവിടെ നിന്ന് ശർക്കര മേടിക്കാൻ പോയ ബ്രാൻഡുകളിൽ 150-200 രൂപയ്ക്ക് വരെ ശർക്കര വിൽക്കുന്നുണ്ട്. കർഷകർക്ക് 60 രൂപയ്ക്ക് കൂടുതൽ ഞങ്ങൾ വിറ്റിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരു 80 രൂപ വില കിട്ടിയാൽ ഇവിടെ മറയൂർ മേഖലയിൽ കരിമ്പ് കൃഷി കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു മാർഗവും കാണുന്നില്ല. കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? നേരത്തെ ഇടുക്കി പാക്കേജുള്ള സമയത്ത് ന്യൂ പ്ലാന്റ് കരിമ്പ് കൃഷി ചെയ്യുവാണെങ്കിൽ 20,000 രൂപ കിട്ടുമായിരുന്നു. ആ ഇടുക്കി പാക്കേജ് പോയപ്പോൾ അതുകൊണ്ട് പൈസ അപ്പോഴാണ് ഞങ്ങൾക്ക് പൈസ കിട്ടിയത്. അത് കഴിഞ്ഞിട്ടിപ്പം ഗവൺമെൻറ്റിൽ ഒരു പഞ്ചായത്തിലൊക്കെ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നു. ഒരു ഹെക്ടർ കൃഷി ചെയ്യുന്ന കരിമ്പ് കൃഷിക്കാരനുക്ക് 20,000 രൂപ വരെ കൊടുക്കാമെന്നുള്ള മാർഗ്ഗനിർദ്ദേശം ഉണ്ടായിരുന്നു. അത് ഗവൺമെൻറ് എടുത്തു കളഞ്ഞു. ഇപ്പോൾ പഞ്ചായത്ത് പദ്ധതികൾ വയ്ക്കുന്ന സമയത്ത് പഞ്ചായത്ത് പറയുന്നത് ഒരു ഹെക്ടർ കൃഷി ചെയ്താൽ 5,000 രൂപയാണ് കൊടുക്കാൻ മാർഗ്ഗനിർദ്ദേശം ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു ഹെക്ടർ 2.5 ഏക്കർ കരിമ്പ് കൃഷി ചെയ്യുന്നവർക്ക് 5,000 രൂപ കൂടുതൽ സബ്സിഡി ഗവൺമെൻറ്റിന് കിട്ടുന്നില്ല. അത് മാത്രമല്ല നേരിട്ട് ഗവൺമെൻറ് കരിമ്പ് കൃഷിക്കാർക്ക് ഫണ്ട് ഒതുക്കി കൃഷിഭവൻ മുഖാന്തരം കാശ് കൊടുത്തുകൊണ്ടിരുന്നു 10 കൊല്ലത്തിന് മുമ്പ്. ഇപ്പോൾ ഒരു പൈസ പോലും കിട്ടുന്നില്ല. ഇതാണ് വളരെ ഒരു കൃഷിക്കാരനൊക്കെ ഒരു പാടും കൂടെ. ഒരു ഹെക്ടർ കൃഷിയിടത്തിൽ കരിമ്പ് കൃഷി ചെയ്യണമെങ്കിൽ എത്ര രൂപ ചിലവാകും കർഷകന്? ഒരു ഹെക്ടർ കരിമ്പ് കൃഷി ചെയ്യണമെങ്കിൽ 2,50,000 രൂപ ചിലവാകും. ഒരു 80,000 രൂപ ഒരു ഏക്കർക്ക് ചിലവാകും. കരിമ്പല്ലാതെ കമുക് കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എത്ര വർഷമായിട്ട് ഈ കമുക് കൃഷിയിലേക്ക് മാറിയിട്ട്? കമുക് കൃഷിയിലേക്ക് ഞങ്ങളൊരു സാധാരണ കൃഷിക്കാർ കൂടുതൽ 15 കൊല്ലത്തിന് മുമ്പ് പിന്നെയാണ് കരിമ്പ് വേണ്ടെന്ന് പറഞ്ഞ് കമുകിലേക്ക് മാറുന്നുണ്ട്. കമുക് കൂടുതൽ എന്നാന്ന് വെച്ചാൽ അത് രോഗം പിടിച്ച് വരുന്നുണ്ട്. കാരണം കരിമ്പിന് വിലയില്ലാത്ത ഒരു കാരണം കൊണ്ടാണ് കമുകിലേക്ക് മാറുന്നത്. ഒരു കരിമ്പ് കൃഷി എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. കരിമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഏത് കൃഷി മാറി മാറി നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ കരിമ്പ് കൃഷിയിൽ കമുക് വന്നു കഴിഞ്ഞാൽ കരിമ്പ് പിന്നെ ചെയ്യാനേ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. വില കിട്ടാത്ത ഒറ്റ കാരണം കൊണ്ടാണ് കരിമ്പ് കൃഷി വിട്ടിട്ട് കമുകിലേക്ക് പോകുന്നത്. ഏറ്റവും മറയൂരിൽ ഒരു കൃഷി ചെയ്ത് നല്ല വിളവ് കിട്ടണമെങ്കിൽ കരിമ്പ് കൃഷിയാണ് നമ്പർ 1. വില കിട്ടാത്ത ഒറ്റ കാരണം കൊണ്ടാണ് മാറിപ്പോകുന്നത്. ഈ കമുക് ലാഭകരമാണോ ഇപ്പോൾ കൃഷി ചെയ്യുന്ന? കമുക് ലാഭകരമാണ്. അത് വളർത്തിയെടുക്കണമെങ്കിൽ നല്ല രീതിക്ക് നോക്കുവാണെങ്കിൽ 6-7 കൊള്ളമൊക്കെ ആകണം. ഇത് കായ്ക്കണമെങ്കിൽ കായ്ച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന ഒരു പ്രശ്നം, 1 ഏക്കറുള്ള തോട്ടത്തിൽ ഒരു വർഷം ഒരു 10 മരമെങ്കിലും കേടായി പോകുന്നുണ്ട്. അത് എന്നാന്ന് ഒരു പിടി കിട്ടുന്നില്ല. അതിനെക്കുറിച്ച് യാതൊരു ഗവൺമെൻറ് തലത്തിൽ ഒരു സഹായവും ഒന്നും കാണുന്നില്ല. ഇതുകൂടാതെ വാഴ കൃഷിയുണ്ടെന്ന് പറഞ്ഞു. ഏതിനം വാഴയാണ് കൃഷി ചെയ്യുന്നത്? വാഴ നാളിപ്പൂവനാണ് കൂടുതൽ ചെയ്യുന്നത്. റോബസ്റ്റ ഉണ്ട്, പലതരത്തിലുള്ള വാഴ എല്ലാം തന്നെ ഉണ്ട്. കൂടുതൽ നാളിപ്പൂവാണ് ഈ മേഖലയിൽ ചെയ്യുന്നത്. നാളിപ്പൂവന് കുഴപ്പമില്ല. 30 രൂപ ഞങ്ങൾക്ക് കിട്ടിയാലും അത് മിച്ചമാണ്. എന്നാന്ന് വെച്ചാൽ പേടി, ഞങ്ങൾ ഒരു 20 സെൻറ്റ് 30 സെൻറ്റ് 1/2 ഏക്കർ വരെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ നമ്മൾ വാഴയെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യാൻ പോയാൽ വാഴയ്ക്ക് മൊത്തം രോഗം പിടിക്കുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. ശരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വഴി രോഗം പിടിക്കാൻ കാരണം എന്താണെന്ന് ടെസ്റ്റ് ചെയ്ത് അതിനൊരു മാർഗ്ഗനിർദ്ദേശമൊന്നും നമുക്ക് കിട്ടാത്ത ഒരു പ്രശ്നമാണ് ഈ മേഖലയ്ക്കുള്ളത്. ഈ മറയൂരിനും കാന്തല്ലൂരിനും ചുറ്റും ഒരു വനപ്രദേശമാണല്ലോ. അപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ശല്യം കൃഷിയെ ബാധിച്ചിട്ടുണ്ടോ? അത് ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. മറയൂർ കാന്തല്ലൂർ ഏരിയയിൽ കൃഷി ചെയ്യാത്ത കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് കരിമ്പ് കൃഷിക്ക് വില കിട്ടാത്ത ഒരു കാര്യം. പിന്നെ അതിനെക്കാട്ടിലും വലിയൊരു പ്രധാനം പറയുന്നത് കാന്തല്ലൂർ മേഖലയിൽ പച്ചക്കറി എന്ന് വെച്ചാൽ നല്ല പച്ചക്കറി കൃഷി കൂടുതൽ ചെയ്തു വരുമായിരുന്നു. മൊത്തം ഇപ്പോൾ ആനയും കാട്ടുപോത്തും ഇവിടെ തന്നെ ഉണ്ട്. മറയൂർ മേഖലയിൽ ചുറ്റിലും കാട്ടുപോത്തുണ്ട്. കാട്ടുപോത്ത് വരാതിരിക്കാനുള്ള ഒരു വഴി ഡിപ്പാർട്ട്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ യാതൊരു നടപടിയില്ല. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. നേരത്തെ ഞങ്ങളെല്ലാം കുടിൽ കെട്ടി പറമ്പിൽ കരിമ്പ് തോട്ടത്തിലൊക്കെ കാവലുണ്ടായിരുന്നു. ഇപ്പോൾ പറ്റത്തില്ല. കാരണം ആന വരുന്നതുകൊണ്ട് ആരും കുടിൽ കെട്ടി അവിടെ താമസിക്കാറില്ല. അതുകൊണ്ട് വലിയൊരു ബാധിപ്പാണ്. വന്യമൃഗ ശല്യം കൂടുതലാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു കാന്തല്ലൂർ ഒരു കാർഷിക ഗ്രാമം എന്നത് പോലെ തന്നെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്.
ഈ ടൂറിസവുമായി ബന്ധപ്പെടുത്തി, കാർഷിക മേഖലയെ ബന്ധപ്പെടുത്തി കർഷകർക്ക് ലാഭകരമാകുന്ന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ഒരു തരത്തിലും ഉപകാരം ഇല്ലെന്ന് തന്നെ പറയാം. മറയൂരിൽ കാന്തല്ലൂർ മേഖലയിൽ പച്ചക്കറി ചെയ്യുന്ന ചില പച്ചക്കറിയൊക്കെ ടൂറിസ്റ്റുകൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ കരുമ്പ് കൃഷി വലിയ ആൾക്കാർ വലിയ യൂണിറ്റൊക്കെ ഇട്ട് കരുമ്പ് കൃഷി, അത് ഞങ്ങളോട് കരിമ്പ് മേടിച്ചിട്ട് ഞങ്ങളോട് 60 രൂപ വിലയ്ക്ക് മേടിച്ചിട്ട് അവിടെ 200 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കർഷകർക്കൊരു ഗുണമില്ല. വലിയ വലിയ ആൾക്കാർക്ക് വലിയ യൂണിറ്റുകളെ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കെല്ലാം പഞ്ചസാര ഇട്ട്, നല്ല ശർക്കര എടുത്ത്, കുറച്ച് ശർക്കരയിലും പഞ്ചസാര ഇട്ട് ചെയ്താണ് ഗസ്റ്റുകൾ കൊടുത്തു വിടുന്നത്. അത് അവർക്ക് മാത്രമേ ഗുണമുള്ളൂ. ടൂറിസ്റ്റ് മേഖല കൊണ്ട് കർഷകർക്ക് യാതൊരു തരത്തിലും ഗുണമില്ല. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവരൊക്കെ എന്ത് ചെയ്യുന്നു? എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയുണ്ട്. ഭാര്യ തൊഴിലുറപ്പിനും കൂലിപ്പണിക്കാണ് പോകുന്നത്. ഞാനും കർഷകനാണ്. കൃഷി ചെയ്ത് ഞാൻ ഇതുവരെ കടം വീട്ടിയിട്ടില്ല. കാലാകാലമായിട്ട് ഒരു കരിമ്പ് കൃഷിക്ക് മേടിക്കുന്ന കടം അങ്ങനെ പുതുപ്പിച്ചുകൊണ്ട് പോകും, അത്രേ ഉള്ളൂ. അതേപോലെ ബാങ്കുകൾ ലോൺ എടുത്തിട്ടുണ്ട്, ലോൺകാർ വിളിക്കും. അതേപോലെ സ്വർണ്ണമെല്ലാം പണയം വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം നമ്മളെ വിളിച്ച് പുതുപ്പിക്കാൻ പറയും. ഈ വർഷമൊക്കെ പുതുപ്പിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അത് ഈ കൃഷി ചെയ്തത് കൊണ്ടാണ് എൻ്റെ കുടുംബം ഇങ്ങനെ ആയത്. എന്നാലും പിള്ളേരെ പഠിപ്പിച്ച് പുതിയ കാലഘട്ടത്തിലേക്ക് മാറാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് 2 പെൺപിള്ളേരുണ്ട്. മൂത്ത കൊച്ച് സെൻറ്റ് അഗസ്റ്റീനിൽ കോതമംഗലത്തിൽ പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ കൊച്ച് കോവിൽക്കടവിൽ 9ൽ പഠിക്കുന്നുണ്ട്. ഏതായാലും പിള്ളേരുടെ കാലത്തിലെങ്കിലും എൻ്റെ കുടുംബം നന്നാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃഷി ചെയ്ത ഒരു കാരണം കൊണ്ടാണ് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ സംഭവിച്ചത്. അടുത്ത സീസണിലും മെച്ചപ്പെട്ട വിളവും ശുഭപ്രതീക്ഷയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കിസാൻ വാണി ശ്രോതാക്കളുമായി കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ച ചേട്ടന് നന്ദി അറിയിക്കുന്നു. കിസാൻ വാണി മുഖാന്തരം ഞങ്ങളുടെ ഒരു കഷ്ടപ്പാടും ഈ മറയൂർ മേഖലയിലുള്ള കർഷകരുടെ നിലപാടെക്കുറിച്ചൊക്കെ നിങ്ങൾ ചോദിക്കാമെന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് ജനങ്ങൾ അറിയട്ടെ. ഈ അഞ്ചനാട് കൃഷിക്കാരുടെ ബുദ്ധിമുട്ട് ജനങ്ങൾ അറിഞ്ഞ് ഗവൺമെൻറ്റും മുൻവന്ന് ഇവിടെയുള്ള കൃഷിക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കർശനാട് പ്രദേശത്തെ കരിമ്പു കർഷകനായ ശ്രീ എസ് ശിവൻരാജുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. മൂല്യവർദ്ധനം പഴങ്ങളിൽ ഒരു ലഘു പ്രഭാഷണം ഇനി കേൾക്കാം. പോഷകസമ്പന്നമായ പഴങ്ങൾ മലയാളിയുടെ സമീകൃത ആഹാരത്തിലെ ഒഴിവാക്കാനാവാത്ത അനിവാര്യ ഘടകമാണ്. മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്തുന്നതിന് പഴങ്ങളുടെ ഉപഭോഗം മികച്ച പങ്ക് വഹിക്കുന്നതിനാൽ അവയുടെ ആവശ്യകതയും വർദ്ധിച്ചു വരുന്നു. അർബുദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം എന്നിവ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള സജീവ ഘടകങ്ങളായ പോളിഫിനോളിക്സ്, കരോട്ടിനോയിഡുകൾ, മറ്റു വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ പ്രധാന പങ്ക് വഹിക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇക്കാരണങ്ങളാൽ തന്നെ പഴങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും വർദ്ധിച്ചു വരുന്നു. ആഗോളതലത്തിൽ പഴങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും വിളവെടുപ്പിനു ശേഷമുള്ള മെച്ചപ്പെട്ട പരിപാലനത്തിന്റെ അഭാവം മൂലം ഉൽപ്പാദിപ്പിക്കുന്ന ഫലങ്ങളുടെ ഗണ്യമായ അളവ് നഷ്ടപ്പെടുകയോ പാഴാകുകയോ ചെയ്യുന്നു. അതിനാൽ വിളവെടുപ്പാനന്തരം നഷ്ടം കുറയ്ക്കുന്നതിനും ഫലങ്ങളുടെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വിവിധ മാർഗങ്ങളിലൊന്നാണ് പഴങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നത്. ഫലങ്ങൾ അവയുടെ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് വിവിധ സംസ്കരണ മാർഗങ്ങളിലൂടെ ഉയർന്ന നിലവാരമുള്ള അവസ്ഥയിലേക്ക് മാറ്റുന്നതിലൂടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതാണ് മൂല്യവർദ്ധനവ്. ഇതിലൂടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഉയർന്ന വിലയും ലാഭവും ലഭിക്കുന്നതിനും സഹായിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയുടെ പോഷകാഹാര ലഭ്യതയും സുരക്ഷയും നിറവേറ്റുന്നതിന് പഴസംസ്കരണ മേഖല മികച്ച പങ്കുവഹിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജനസംഖ്യയിലെ വർധനവ്, മാറിവരുന്ന ജീവിതശൈലി, ആരോഗ്യം, പോഷകാഹാരം എന്നിവയെക്കുറിച്ചുള്ള ഉത്കണ്ഠ സംസ്കരിച്ച അഥവാ മൂല്യവർദ്ധിത ഫല ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനും അവയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യകതയ്ക്കും കാരണമാകുന്നു. പഴങ്ങളിൽ നിന്ന് പ്രചാരത്തിലുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ജ്യൂസ്, ശീതളപാനീയങ്ങൾ, ജാം, ജെല്ലി, പ്രിസർവ്, മാർമലേഡ് മിഠായികൾ, ഗ്ലേസ്ഡ് മിഠായികൾ, നിർജ്ജലീകരിച്ച പഴങ്ങൾ തുടങ്ങിയവ. പഴപാനീയങ്ങൾ അഥവാ ജ്യൂസ് വളരെ വേഗം ദഹിക്കുന്നതും ദാഹം ശമിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അത്യധികം ഉന്മേഷദായകവുമായ വിശപ്പുളവാക്കുന്ന പാനീയങ്ങളാണ് പഴപാനീയങ്ങൾ അഥവാ ജ്യൂസ്. ഇപ്രകാരം തയ്യാറാക്കുന്ന ജ്യൂസ് ഉപയോഗിച്ച് സ്ക്വാഷ്, സിറപ്പ്, കോർഡിയൽ, ക്രഷ്, റെഡി ടു സെർവ് എന്നിവ തയ്യാറാക്കാവുന്നതാണ്. സ്ക്വാഷ് ആകർഷകമായ സ്വാദും പോഷകഗുണങ്ങളാൽ സമ്പന്നവുമായ മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് സ്ക്വാഷ്.
കുറഞ്ഞത് 25% പഴച്ചാറ് അഥവാ പൾപ്പ്, 40% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും 1% അമ്ലത്വം എന്നിവ അടങ്ങിയിരിക്കുന്ന പാനീയമാണ് ഇത്. സിറപ്പ് 25% പഴച്ചാറ് അഥവാ പൾപ്പ്, 65% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും 1.5% വരെ അമ്ലത്വവും അടങ്ങിയിട്ടുള്ള പാനീയം സിറപ്പ് എന്ന പേരിൽ വിപണിയിൽ സുലഭമാണ്. കോർഡിയൽ പഴച്ചാറിൽ നിന്നും പൾപ്പും മറ്റും ലയിക്കാത്ത ഘടകങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്ത് ആകർഷകമായ തിളക്കവും തെളിഞ്ഞതുമായ മധുരമുള്ള പാനീയമാണ് കോർഡിയൽ. ഇവയിൽ കുറഞ്ഞത് 25% പഴച്ചാർ, 30% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും 5% അമ്ലത്വം എന്നിവയും അടങ്ങിയിരിക്കുന്നു. റെഡി ടു സെർവ് പാനീയങ്ങൾ കുറഞ്ഞത് 10% പൾപ്പ് അഥവാ പഴച്ചാറ്, 10% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും എന്നിവ അടങ്ങിയിരിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ റെഡി ടു സെർവ് പാനീയങ്ങൾ ഉപയോഗിക്കുന്നതിനു മുമ്പായി നേർപ്പിക്കേണ്ടതില്ല എന്നത് ഇവയുടെ സവിശേഷതയാണ്. ജാം പഴുത്ത പഴങ്ങളിൽ നിന്നും പൾപ്പ് വേർതിരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുത്ത മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ജാം. ഏതെങ്കിലും പ്രത്യേക പഴത്തിൻ്റെ പൾപ്പ് മാത്രമായും മറ്റു പഴങ്ങളുടെ പൾപ്പ് ഉൾപ്പെടുത്തിയും ജാം തയ്യാറാക്കാവുന്നതാണ്. മിശ്രിതം 65-68 ഡിഗ്രി ബ്രിക്സ് എത്തുന്നതുവരെ പാകം ചെയ്യേണ്ടതാണ്. ഇപ്രകാരം തയ്യാറാക്കിയെടുക്കുന്ന ജാമിൽ 45% കുറയാതെ പഴവും 65% കുറയാതെ മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു. ആകർഷകമായ കുപ്പികളിൽ വിവിധ പഴങ്ങളുടെ ജാം പാക്ക് ചെയ്ത് വിപണനം നടന്നുവരുന്നു. ജെല്ലി ജാമിന് സമാനമായ രീതിയിൽ തയ്യാറാക്കുന്ന ജെല്ലി പേരയ്ക്ക, ചക്ക എന്നിവ പോലെ പെക്റ്റിൻ ധാരാളമായി അടങ്ങിയിട്ടുള്ള പഴങ്ങളിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ്. പഴങ്ങളുടെ പൾപ്പിൽ നിന്ന് പെക്റ്റിൻ അടങ്ങിയ സത്ത് അഥവാ ലായനി പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് തയ്യാറാക്കിയെടുക്കുന്ന അർദ്ധഖര ഉൽപ്പന്നമാണ് ജെല്ലി. പഴത്തിൻ്റെ യഥാർത്ഥ സ്വാദും ആകർഷകമായ നിറവുമുള്ള ജെല്ലി സുതാര്യവും 65% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും 45% പഴച്ചാറും ഉണ്ടായിരിക്കുന്നതാവണം. പ്രിസർവ് പഴങ്ങൾ പഞ്ചസാര ലായനിയിൽ ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കുന്ന സംസ്കരണ രീതിയാണ് പ്രിസർവ്. പഴങ്ങളുടെ തൊലിയും മറ്റും നീക്കം ചെയ്ത ശേഷം പഞ്ചസാര ലായനി ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാവുന്നതാണ്. പ്രിസർവിൻ്റെ സാന്ദ്രത വിപണിയുടെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ്. വിവിധ രീതിയിലുള്ള സാലഡുകളും സാൻഡ്വിച്ചുകളും ഉപയോഗിക്കുവാൻ പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പ്രിസർവ് തിരഞ്ഞെടുക്കാവുന്നതാണ്. മാർമലേഡ് ഓറഞ്ച്, നാരങ്ങ തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മാർമലേഡ്. ഇവയിൽ ഓറഞ്ച് അഥവാ നാരങ്ങയുടെ തൊലി മുറിച്ച് ചെറിയ ഷ്രെഡ്സായി ചേർക്കുന്നു. ഇത് മാർമലേഡിൻ്റെ സവിശേഷതയാണ്. പഴത്തിൻ്റെ പെക്റ്റിൻ സത്തിൽ നിന്ന് മാത്രമായി തയ്യാറാക്കുന്ന മാർമലേഡിനെ ജെല്ലി മാർമലേഡെന്നും പഴത്തിൻ്റെ പൾപ്പ് മുഴുവനായും ചേർത്ത് തയ്യാറാക്കുന്ന മാർമലേഡിനെ ജാം മാർമലേഡെന്നും അറിയപ്പെടുന്നു. മാർമലേഡ് എന്നാൽ ഓറഞ്ച് ജാം എന്ന് എളുപ്പത്തിൽ പറയാം. സാധാരണയായി 1:1 അനുപാതത്തിൽ പഴത്തിൻ്റെ തൂക്കമനുസരിച്ച് പഞ്ചസാര ചേർത്ത് കുറുക്കിയെടുത്താണ് മാർമലേഡ് തയ്യാറാക്കുന്നത്. ഇത്തരത്തിൽ പൾപ്പ് പഞ്ചസാര മിശ്രിതം 65% മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കൾ ആകുന്നതുവരെ പാകം ചെയ്യുന്നു. പാകമായ മാർമലേഡ് ആകർഷകമായ കുപ്പികളിൽ നിറച്ച് വിപണനം നടത്തുന്നുണ്ട്. മിഠായികൾ പഴങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പ്രിസർവിനോട് സമാനമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മിഠായി. ഉയർന്ന സാന്ദ്രതയിൽ തയ്യാറാക്കുന്ന പഞ്ചസാര ലായനി ചേർത്ത് പഴങ്ങൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇവയുടെ സവിശേഷത. ഇതിനായി പഞ്ചസാര ലായനിയിൽ 70 ഡിഗ്രി ബ്രിക്സ് എത്തുന്നതുവരെ പഴക്കഷ്ണങ്ങൾ മുറിച്ചുവെച്ച ശേഷം ചെറുതായി ഉണക്കിയെടുത്ത് തയ്യാറാക്കുന്ന ഉൽപ്പന്നമാണ് മിഠായി. തിളക്കമുള്ള രൂപം ലഭിക്കുന്നതിനും മിഠായിക്ക് പുറമെ പഞ്ചസാര സുതാര്യമായി പൂശുന്നതിലൂടെ തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ഗ്ലേസ്ഡ് പഴങ്ങൾ അഥവാ തിളക്കമുള്ള പഴങ്ങൾ. തൊലിയും മറ്റു ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭാഗങ്ങളും നീക്കം ചെയ്ത ശേഷം പഴങ്ങൾ ചെറിയ കഷണങ്ങളാക്കി പഞ്ചസാര ലായനിയിൽ നിശ്ചിത സമയം മുക്കിവെച്ച ശേഷം ഉണക്കി നേർത്ത രീതിയിൽ പഞ്ചസാര ലായനിയിൽ പൊതിഞ്ഞെടുക്കുന്നതിനെ ക്രിസ്റ്റലൈസ്ഡ് പഴങ്ങൾ എന്ന് പറയും. ഇവയെല്ലാം തന്നെ വിപണിയിൽ വമ്പിച്ച ഉപഭോക്തൃ സ്വീകാര്യതയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്. നിർജ്ജലീകരിച്ച പഴങ്ങൾ പഴങ്ങളിൽ നിന്ന് ജലാംശം നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് നിർജ്ജലീകരിച്ച പഴങ്ങൾ. ജലാംശം കുറയ്ക്കുന്നതിനായി കൃത്രിമമായി ഡ്രയറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഫ്രീസ് ഡ്രൈഡ് പഴങ്ങൾ പഴങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ താപനിലയിൽ ജലാംശം നീക്കം ചെയ്യുന്നത് വഴി തയ്യാറാക്കുന്ന മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ഫ്രീസ് ഡ്രൈഡ് പഴങ്ങൾ. വളരെ താഴ്ന്ന താപനിലയിൽ ഫ്രീസ് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്നതിനാൽ പഴങ്ങളുടെ നിറം, ഘടന, രുചി, പോഷക ഗുണങ്ങൾ എന്നിവ ഒട്ടും നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു. മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ളതിനാൽ ഫ്രീസ് ഡ്രൈഡ് ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വൻ സാധ്യതകളാണുള്ളത്. അച്ചാർ
വിവിധ പഴങ്ങളെ സാധാരണ ഉപ്പ് അല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിച്ച് ദീർഘകാലം സൂക്ഷിക്കുന്നത് അച്ചാർ എന്നറിയപ്പെടുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ, മസാലകൾ എന്നിവ പഴക്കഷണങ്ങളുമായി ചേർത്ത് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് അച്ചാറുകൾ. ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കുകയും വിശപ്പുളവാക്കുകയും ചെയ്യുന്നതിനു പുറമെ ദഹനരസത്തിൻ്റെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അനുയോജ്യമായ പാക്കിങ്ങിൽ മെച്ചപ്പെട്ട സൂക്ഷിപ്പ് കാലത്തോടെ ഇവ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. വീഞ്ഞ്. പഴക്കഷ്ണങ്ങൾ പഞ്ചസാരയും ഈസ്റ്റും ഉപയോഗിച്ച് ആൽക്കഹോളിക് പുളിപ്പിക്കൽ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് വീഞ്ഞ്. മുന്തിരി, ആപ്പിൾ, പൈനാപ്പിൾ എന്നിങ്ങനെ നിരവധി പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന വീഞ്ഞിന് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. ഫ്രൂട്ട് റോളുകൾ, ചട്നികൾ എന്നിങ്ങനെ മറ്റനവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിവിധ സംസ്കരണ രീതി അവലംബിച്ച് തയ്യാറാക്കാവുന്നതാണ്. പഴങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന പ്രിസർവ്, ഓസ്മോ ഡീഹൈഡ്രേറ്റഡ് പഴങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യകത ഏറെയാണ്. നൂതനമായ സംസ്കരണ മാർഗങ്ങളിലൂടെ പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ അനന്ത സാധ്യതകൾ വിപുലമാക്കുന്നതിലൂടെ അവയുടെ രുചി വൈവിധ്യം നമുക്കും ആസ്വദിക്കാം. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. കാർഷിക അറിവുകൾ, എസ് ശിവൻരാജുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ തൻ പ്രതാപം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.